എന്നെക്കുറിച്ച് അമ്മുവിന് ഇഷ്ടപ്പെടാത്ത നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത്രയും വേണോ? അത് സങ്കടമുണ്ട്. അമ്മ അമ്മ ജോലിക്ക് കൊണ്ടേക്കാനുണ്ട്. ജോലിക്ക് കയറണോ? നാളെ സ്കൂളിലേക്കാ? നന്നായിട്ട് പറയാവേ. നോക്ക്, നീ ഗൊൾസ് എന്ത് വാങ്ങിച്ചാലും റിസ്ക് ഉണ്ട്. ഇത്ര മുട്ടായി വേണം, ഗൊൾസ് വേണം, എന്ത് തന്നാലും റിസ്ക് വേണം. നാട്ടിൽ ഗൊൾസാ പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, അമ്മുവിൻ്റെ മനസ്സിൽ എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കലാണ്. അതായത് എന്നെക്കുറിച്ച് അമ്മുവിന് ഇഷ്ടപ്പെടാത്ത നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതുവരെ തുറന്ന് സംസാരിക്കാത്ത കാര്യങ്ങൾ. ഇത്രയും വേണോ? വേണ്ടേ? വേണ്ടി? എനിക്ക് കിട്ടിയ ചാൻസാ, ഞാൻ പൊളിക്കും. സത്യം പോലെ പറഞ്ഞോളൂ. കള്ളമില്ല, മായമില്ല, മന്ത്രജാലമില്ല, എല്ലാം നേരായിട്ട് പറയാം. ഓക്കെ ആണോ? എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ അറിയുന്നതിൽ എനിക്ക് ഒരു മടിയില്ല, ഒരു പേടിയില്ല. ഞാൻ തന്നെയല്ലേ എഡിറ്റ് ചെയ്യണത്. ബാബുക്കുട്ടിക്ക് ഇന്ന് സ്കൂളുണ്ട്. ഇന്ന് മൺഡേ ആണ്. ഇന്നലത്തെ ബർത്ത്ഡേക്ക് ശേഷമുള്ള ഫസ്റ്റ് ദിവസമാണ്. നാള് പിറന്നാൾ വെച്ച് നോക്കുകയാണെങ്കിൽ ബാബുക്കുട്ടി 6 വയസ്സായതിനു ശേഷമുള്ള ഫസ്റ്റ് ഡേ. എന്നാ ബാബയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം തരട്ടെ? എന്തായിരിക്കും? പാലില്ല. ദോശ തരാം കേട്ടോ. മുട്ട ദോശ തരാം. ബാബയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുട്ട ദോശ ആണ്. ദാച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കണു. അത് സങ്കടമുണ്ട്. എന്തിന്? അമ്മ സ്കൂളിൽ പോയിട്ടാ? അമ്മ സ്കൂളിൽ പോണില്ലേ? അപ്പൊ ഇപ്പൊ എന്താ ചെയ്യാ? അമ്മ നമുക്ക് സ്കൂളിലേക്ക് പറഞ്ഞയച്ചാലോ? LKG തൊട്ട് പഠിക്കട്ടെ അല്ലേ? അമ്മനെ പറഞ്ഞയക്കണം. ആ കുഞ്ഞവിടെ നിന്ന് അമ്മനെ പറഞ്ഞയക്കണം. അമ്മോട് വളരെ അച്ഛനെ വണ്ടി കൊണ്ടാക്കാൻ. ഒരുമിച്ച് പോയി ശീലായിട്ടേ ഇപ്പൊ പോവാനാവുമ്പോ സങ്കടല്ലേ? അപ്പൊ പോകും. ഞാനിപ്പൊ പോകട്ടോ. നമ്മളൊക്കെ ഇവിടെ ഇട്ടിട്ട് ഇപ്പൊ പോകും. ഞാൻ എന്താ അമ്മ പോവാത്തെ? LKG പോയി ചേർന്നൂടെ? KG കൊണ്ടെടുത്തട്ടെ. വാവാമ്മ ചേർട്ടെ വാവേ അതേ സ്കൂളില്. അമ്മ KG-ല്, LKG-ല്, വാവ ഫസ്റ്റ് സ്റ്റാൻഡേർഡും. അപ്പൊ വാവയാണ് സീനിയർ. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? എന്താ പിന്നെ അമ്മേനെ നമുക്ക് എന്താ ചെയ്യാം? ജോലിക്ക് കയറണോ? നാളെ സ്കൂളിലേക്കാ? നന്നായിട്ട് പറയാവേ. നല്ല കാര്യം. കേറാ കുറച്ചും കൂടി ആയ നല്ല കാര്യമാവേ പറഞ്ഞത്. എങ്കിൽ അച്ഛനൊരു സപ്പോർട്ടായേനെ അല്ലേ വാവേ? രാവിലത്തെ കുറെ നേരത്തെ ഒരുക്കലിന് ശേഷം, യുദ്ധത്തിന് ശേഷം അമ്മ വാവക്കുട്ടിയെ റെഡിയാക്കിയിരിക്കുകയാണ്. അങ്ങനെ യുദ്ധം അവസാനിച്ചിരിക്കുന്നു. വാവക്കുട്ടി റെഡിയായിരിക്കുന്നു. കമോൺ, റോഡിലേക്ക് ഇറങ്ങിക്കോളൂ. ഇനി അസംബ്ലി തന്നെ ഇരിക്കുന്നു ചെല്ലുക. കഴിച്ച് കഴിയാറായിച്ചാൽ ഇയാൾക്ക് മാംഗോ വേണോ? തടിയൻ മാംഗോ. പഴുത്തിട്ടൊരു വഴിയായി. കുറെ പോർഷൻ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ്. എടാ എങ്ങനെയുണ്ടടാ മാംഗോ? സൂപ്പറാണ് കേട്ടോ. മധുരം നോക്കാം. അല്ല പഞ്ചസാര പോലെ അല്ലേ ഒക്കെ? ഇല്ലല്ലോ, പൊളിക്കണ്ടല്ലോ. അതാ മറ്റേ കാൽസ്യം കാർബൈഡ് ഒക്കെ വെച്ചിട്ട് പഠിപ്പിച്ചതായിരിക്കും. പക്ഷെ നല്ല സ്വീറ്റ്നെസ് ഉണ്ട് കേട്ടോ. എനിക്ക് കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റ് തോന്നി കേട്ടോ. നല്ല സ്വീറ്റ് കേട്ടോ, എനിക്കിഷ്ടായി. നീ വേണോ ഒരു വർഷം കൂടി വേണ്ടേ? വേണെന്നാ സൊല്ലുങ്ക, ഒരു പീസ് കൂടെ തരേൻ. ഇത് മതി, ധാരാളം. അതുവേ പോതുമാ? ധാരാളമാണ്, മതി. എന്നെ കുറിച്ച് പിടിക്കാത്തത് എന്റെ സ്വഭാവത്തിലുള്ള 5 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് പ്ലേസ് പിശുക്കൻ്റെ അരക്കാണ്. പിശുക്ക് എന്ത് ചോദിച്ചാലും പിന്നെ വാങ്ങിക്കാം, പിന്നെ നോക്കാമെന്ന് പറയുന്നല്ലാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതുവരെ എന്തെങ്കിലും ചോദിച്ചിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ടില്ല. പിശുക്ക്. പക്ഷെ വാങ്ങിയിട്ടുണ്ടോ സാധനങ്ങൾ? ചോദിച്ച് ഒരു 3, 4, 5 മാസം കഴിഞ്ഞിട്ട് നമ്മളെയും മറന്നു പോയിട്ടുണ്ടാവും. അപ്പം ഉണ്ടാവും ഇത് കൊണ്ടുവരുന്നു. വാങ്ങിച്ചു തരും, പക്ഷെ ഉടനെ അത് അക്സെപ്റ്റ് ചെയ്യുകയില്ല. അതൊന്ന്. അപ്പം നമുക്കൊരു ഫീൽ അടിക്കും, എന്താടാ അതെന്ന്. അതൊന്ന്. പിന്നെ എന്താണ്, ദേഷ്യം. വേഗം ദേഷ്യം വരും. പക്ഷെ ഈ ദേഷ്യം എല്ലാവരുടെ അടുത്തും കാണിക്കില്ല കേട്ടോ.
പുറത്തുനിന്ന് കാണുന്ന ആൾക്കാരൊക്കെ ഇഷ്യൂ ഇത്ര പച്ച പാവം എന്നൊക്കെ വിചാരിക്കും. അത്ര ഞാൻ ഭീകരനല്ലേ. ദേഷ്യേ വരാതെ ദേഷ്യപ്പെടാതെ ഉണ്ണി ദേഷ്യപ്പെടുമോ എന്നൊക്കെയാണ് എൻ്റെ അച്ഛനൊക്കെ ഒരു ഇതിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ ഓപ്ഷൻ ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ, ദേഷ്യം വരും. പക്ഷെ പെട്ടെന്ന് അത് പോവുകയും ചെയ്യും. 2. പിന്നെ മൂന്നാമത്തേത് എന്താന്ന് ചോദിച്ചാൽ എന്തെങ്കിലും കാര്യം ഇപ്പോൾ പറയുകയാണെങ്കിൽ എൻ്റെ അടുത്തേ പറയുള്ളൂ. നാട്ടുകാർ മൊത്തം കേൾക്കണ പോലെ ഒച്ചയിൽ പറയും. അപ്പം അങ്ങനത്തെ ഇപ്പം നമുക്ക് എന്താ ഫീൽ അടിക്കുക, അപ്പം എനിക്ക് കാതിന് ഒരു കുഴപ്പമില്ല, കാത് കേൾക്കും. അപ്പം നമ്മളെ കേൾക്കണ പോലെ എൻ്റെ പറഞ്ഞ പോലെ അങ്ങോട്ട് ഒച്ചട്ട് പറയും. അതിപ്പോൾ എനിക്കും ടെമ്പർ കയറും. അപ്പം ആ ഒരു മൂന്നാമത്തെ അതെനിക്കിഷ്ടമില്ല. അല്ല, ഇങ്ങനെ ഓരോന്നും അങ്ങോട്ട് ആവുമ്പോൾ പറയണ്ടേ, അത് ഉണ്ട്. പക്ഷെ അത് പറഞ്ഞ് ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ഉണ്ട്. വേറെന്താ? 4-മത്തെ അധികം ഉണ്ടാവില്ലേ, അത്ര നല്ല കുട്ടിയാണ് ഞാൻ. ആണേ, വേറെന്താണ്? എന്താണ് പറ, എനിക്കറിയില്ല. എന്നെ കുറിച്ച് ഞാൻ കുറ്റം പറഞ്ഞു തരണല്ലേ? അല്ല, ഉണ്ടേ ഇല്ലയോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന സാധനമാണ്. പറയാ ആറണത് ബുദ്ധിയാന്ന് പറയല്ലോ. ഭയങ്കര മറവിയാട്ടോ. ഇപ്പൊ പറഞ്ഞ കാര്യം ഇപ്പൊ നമ്മളൊരു കാര്യം പറയും, നല്ല തല ആടിയിട്ടുണ്ടാവും. 2 സെക്കൻഡ് കഴിഞ്ഞ് പിന്നെ ചോദിച്ചാൽ എപ്പോ പറഞ്ഞു ഓർമ്മയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, റിമൈൻഡർ സെറ്റ് ചെയ്യണം. അല്ല PA പോലെ പിന്നാലെ നടക്കണം. ഒരു കോൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും, തലയാട്ടും, മറന്നിട്ടുണ്ടാവും, പിന്നെ നമ്മളിപ്പോൾ റിമൈൻഡ് ചെയ്യണം. അങ്ങനത്തെ സാധനമാണ്. പിന്നെ 5-മത്തേത് ഇതിപ്പോൾ കോമൺ ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ ജെൻസിലുള്ള സ്വഭാവം തോന്നുന്നുണ്ട്. ഫാമിലിയുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യുന്നേക്കാൾ കൂടുതൽ ബാത്റൂമിലായിരിക്കും സ്പെൻഡ് ചെയ്യല്, കയ്യിൽ മൊബൈലുമായിട്ട്. റെസ്റ്റ് റൂം പോയാൽ ഓൾമോസ്റ്റ് 1.5 hours 1 hour സോളിഡായിട്ട് വന്ന് അതെന്താ ചെയ്യുന്ന അവിടെ നിന്നാവോ എന്നോട് ചോദിച്ചാൽ പറയും അത് കണ്ടാലേ അത്ര പാസ്സാവുള്ളൂ. മോശം. അത് കണ്ട് കുട്ടിക്ക് എന്തായി, ഫോൺ കണ്ടില്ലെങ്കിൽ പോവില്ല. അച്ഛൻ ചെയ്യുന്നില്ലേ, അപ്പം എനിക്കും അത് വേണമെന്ന്. അത് അങ്ങനെ ആയതാണോ എനിക്കറിയില്ല. അവളും ഈ സ്വഭാവക്കാരി ആണ്. അപ്പം ഈ 5 ഉണ്ട്. ഇതാണ് ഈ 5th കോമൺ ആണ്. ഈ 4 ഒരുപാട് ഇതായ ഒരു സാധനമാണ്. അല്ലാതെ പിന്നെ ആൾക്ക് കുഴപ്പമായിട്ടൊന്നും തോന്നുന്നില്ല, അല്ലേ? ആണ്. എന്താ സംശയം, നല്ലൊരു കുട്ടീനെ കിട്ടുക. ആണേ, തങ്കക്കുടം കൊടുത്തൊരു പയ്യൻ. വളരെ തങ്കക്കൂടാണേ, എന്താ സംശയം? അത്രേ ഉള്ളൂ. ഇനി 6-മത്തേത് പറയട്ടെ. 6-മത്തേത് ഇൻട്രോവേർട്ടാണ്. ഇൻട്രോവേർട്ട് എന്ന് വെച്ചാൽ എക്സ്ട്രീം ഇൻട്രോവേർട്ടാണ് കേട്ടോ. ഒന്നും താനായിട്ട് മുന്നേ വന്ന് ചെയ്യില്ല. എന്നെ അങ്ങോട്ട് തിരികി ചെയ്യ്. ഞാൻ ഇൻട്രോവേർട്ടല്ല, ഞാൻ ആരോടും സംസാരിക്കില്ല. നീ ചെയ്യ്. അങ്ങനെ അങ്ങോട്ട് തിരികെ വിടും. തന്നായിട്ട് ആളെ ഒന്നും ചെയ്യില്ല. ഇത്രയേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഇതന്നെ അല്ലേ? ഇപ്പൊ കേട്ടില്ലേ ഗൈസ്, എന്നെ കുറിച്ച് വലിയ കുറ്റങ്ങളൊന്നുമില്ല, ഭീകരമായിട്ടുള്ള വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല നേർമയുള്ള പയ്യനാണ്. വലിക്കൽ അതല്ലാതെ നല്ല ബുദ്ധി, വിവരം, അതൊക്കെ ഓക്കെയാണ്. വലിയുണ്ടോ, കുടിയുണ്ടോ, കുടി വെക്കണ സ്വഭാവം ഉണ്ടോ, എന്തെങ്കിലും ഒരു വൃത്തികെട്ട സ്വഭാവം ഉണ്ടോ? അതൊന്നുമില്ല. അതൊക്കെ പറഞ്ഞാണ് ഈ ഒരു ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബാക്കിയൊക്കെ തന്നെ അഡ്ജസ്റ്റബിൾ ടൈപ്പ് തന്നെയാണ് പോണേ. ഇതും കൂടി കുറച്ച് ഇതായ പെർഫെക്റ്റ് ആവും. അത് പിന്നെ പോട്ടെ, എങ്ങനെ തന്നെ പോട്ടെ. കുട്ടീനെ കൊണ്ടുവരാറായിടാ 3 മണി. പോയി കൊണ്ടുവരണം. ഞാൻ പോരണ വഴിക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടേ വരുള്ളൂ. സാധനങ്ങൾ മേടിക്കാനുണ്ട്, പച്ചക്കറി സാധനങ്ങളൊക്കെ. മറ്റേതിന് എടുത്തില്ല, എത്രയല്ലേ വന്നിട്ടുള്ളൂ. അപ്പൊ പിന്നെ അവിടെ കയറിയിട്ടേ വരുള്ളൂ, വൈകിട്ടേ വരുള്ളൂ. ഇനി ഇവിടെ കിടന്നിട്ട് ഫോൺ വിളിച്ചിട്ട് നടു റോട്ടിൽ എന്റെ ഫോൺ വിളിച്ചിട്ട് ഇതാക്കരുത്. നേരെ ഇടിക്കാതെ സൈഡില് ഈ മുതൽ കിടന്ന് ഉറങ്ങാ. ഇതും ഫ്രണ്ടിലുള്ള സഞ്ചിയും കൂടി കൊണ്ടുവരല് നല്ല ചടങ്ങാ, എളുപ്പല്ല. മിക്കി മൗസ് എണീറ്റ് പോയിക്കാം. എന്താ ഇവിടെ ചെയ്യുന്നത് ക്യാമറയില്? വ്ലോഗ് എടുത്തു, ഇതാ വീഡിയോ. ദോശ ഉണ്ടാക്കാലോ. വിശക്കനുണ്ടോ? കുഞ്ഞുകുമ്പയിലൊന്നുമില്ലേ? ഉണ്ടാ. പിന്നെന്താ?
എന്തിന്? മുറ്റത്തേക്ക് വന്ന് വേണം പറഞ്ഞപ്പോ കൊഞ്ഞനെ കേട്ടോ. എന്താണെന്ന് ചെയ്യാൻ പാടില്ല. നോക്ക്, നീ ഗോൾസ് എന്ത് വാങ്ങിച്ചാലും റിസ്ക് ഉണ്ട് ഇത്ര. മുട്ടായി വേണം, ഗോൾസ് വേണം, എന്ത് തന്നാലും റിസ്ക് വേണം ഇത്ര. പോലീസ് വേണം പറഞ്ഞോ? ആ പോലീസ് വേണം പറഞ്ഞോ? നാട്ടിൽ ഗോൾസാ പിന്നെ പറ. ആക്ക് വേണേ കുഞ്ഞാണ്ടി മേടിച്ചു തരില്ല. വാങ്ങാൻ പോയാല് മുറ്റത്തേക്ക് വേണം പറയണ്ടേ. ഒന്ന് മുറ്റത്തിനും കാലുമ്പലും വേണേ. കാലുകളിൽ പാകാവില്ല. എത്ര വട്ട പറഞ്ഞത്? പാകൊക്കെ ആവും. കുഞ്ഞാണ്ടി വെറുതെ പറയാം പാകാവും. ആ ശരിക്കും പാകാവും. ശരിക്കും പാവാവൂല. എന്നുവെച്ചാ കാല് വലുതാണ്. ആയിക്കോട്ടെ വലുതുണ്ടാവും. വലുതുണ്ടോന്നേ. ആ ഒന്ന് മുറ്റത്തേക്ക് വേണം കാലുമ്പൽ ഇടാനേ. ഇറ്റും വേണം, ഇറ്റും വേണം, ഇറ്റും വേണം. പറ്റിയട്ടോ. എനിക്ക് വേണം. എനിക്ക് മുട്ടായി ഉണ്ടോ? 5:30 മണിയായി. ഇപ്പൊ ഏതായാലും കഴിക്കാനുള്ള പരിപാടിയാണ് ഡിന്നർ. ചെറുപയർ ദോശ, സാദാ ദോശ. വാവുകുട്ടി റെഡിയല്ലേ? അമ്മേനെ ആരാ ചീത്ത പറയണേ? അമ്മ അച്ഛനല്ലേ ചീത്ത പറയണേ? ആ അങ്ങനെ. ശരി ശരി. 10 മണി എന്തിനാ പണങ്ങിയിരിക്കുന്നേ? അമ്മ മുണ്ടു അച്ഛനും മുണ്ടുമല്ലോ. അച്ഛൻ വ്ളോഗ് എടുത്തല്ലോ വാവേനെ. വാവ ദാ ചിത്രം വരച്ചോണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് പോയിട്ട് ഹോംവർക്ക് ചെയ്യണം. ദോ തേടി വന്നിരിക്കുന്നു. എവിടെ ഹോംവർക്ക് ചെയ്യാൻ? ബേബി എവിടെ? സ്റ്റുഡന്റ് എവിടെയും തേടി വന്നിരിക്കുന്നു ടീച്ചർ. ആ വാവ ടീച്ചർ. ആ തന്നെ. നമുക്ക് വ്ളോഗ് എൻഡ് ചെയ്യാം. എന്നാ വ്ളോഗ് എൻഡ് ചെയ്തേട്ടെ. നമ്മളൊക്കെ ഇപ്പോഴൊക്കെ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം എന്താണ് കഴിച്ചത്? മാമു കഴിച്ചു. എന്നിട്ട് ആ മാമു കഴിച്ചിട്ട് ഞാൻ കുറച്ചു നേരം ഇവിടെ വ്ളോഗിൽ സങ്കടം പറ്റിയിരിക്കുക. വ്ളോഗ് എടുക്കാനിട്ടേ അതുകൊണ്ട് ആ സങ്കടം പറ്റിയിരിക്കായിരുന്നു. എനിക്ക് സങ്കടമായി. എന്തിനറിയോ? ആ അച്ഛൻ വ്ളോഗ് എടുക്കാനിട്ട് ഞാൻ അടുത്ത് വ്ളോഗ് എടുക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് സങ്കടമായി വന്ന് ഇവിടെ ഇരുന്നു. എന്നിട്ട് ഞാൻ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റെല്ലാം വീണ്ടും കാണാം. ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക.